സെഡ് സാഹിബ് ഇറങ്ങിപ്പോയ ഒരു രാഷ്ട്രീയ ദശാസന്ധിയിലാണ്. ആ കാലത്താണ് മഹാനായ തങ്ങളെ അന്ന് ഈജിപ്തിലെ ജാമിഉൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ സാഹിത്യ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് തങ്ങളെ ക്ഷണിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, തങ്ങൾ കേവലം ഇവിടെ മാത്രം ഒതുങ്ങി നിന്ന ഒരാളല്ല. തങ്ങളുടെ പാണ്ഡിത്യം അപാരമായിരുന്നു, തങ്ങളുടെ അറബി പ്രസംഗം അപാരമായി. ഷാർജയിലെ പ്രഗത്ഭനായ ഭരണാധികാരിയുടെ മുമ്പിൽ 20 മിനിറ്റാണ് തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത്. പക്ഷേ ആ സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്ന പ്രകാരമാണെങ്കിൽ, അഭിനന്ദനായ റഹ്മാൻ സാഹിബ് തന്നെയും അത് എഴുതിയിട്ടുണ്ട്, ഡോക്ടർ പുത്തൂർ റഹ്മാൻ സാഹിബ്. അദ്ദേഹം പറയുന്നുണ്ട്, ഷാർജ ഷെയ്ഖിന് പിന്നെ കുറച്ചുകൂടി സമയം അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ പ്രകാരം മറ്റുള്ള അതിഥികൾക്ക് സ്വീകരിക്കാനുള്ള സമയം കൊടുക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ മണിക്കൂറുകളോളം തന്നെ തങ്ങളുമായി സംസാരിക്കുമായിരുന്നു. കാരണം തങ്ങളുടെ അറബ് ശൈലി അത്ര മനോഹരായി. തങ്ങളെങ്ങനെ അറബിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നാൽ അറബികൾ പോലും കാതോർത്തിരുന്നു എന്നതാണ്. മഹാനായ അസ്ഹരി തങ്ങൾ അസ്ഹരി തങ്ങൾ എന്റെ ഗുരുവര്യനാണ്. ജാമിഅ നൂരിയ അറബിയയിലെ അഭിനന്ദനായ അതിന്റെ പ്രിൻസിപ്പളാണ്. അന്ന് അസ്ഹരി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ പഠിച്ച അറബിയാണ്, പക്ഷെ ശിഹാബിന്റെ അറബി തബഈയായ അറബിയാണ് എന്ന് പറയാറ്. ശിഹാബിന്റെ അറബി തബഈയായ അറബിയാണെന്ന് പറഞ്ഞാൽ അറബികൾ സംസാരിക്കുന്ന അത്രമേൽ അനായാസം, മനോഹരമായി, അനർഘളമായി ശിഹാബ് തങ്ങൾ സംസാരിക്കുമായിരുന്നു.